സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. ഇന്ന് രാവിലെ 11 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അവർ ആരംഭിക്കുന്നു. ആദ്യഘട്ടമായി ഇന്ന് 3 നേതാക്കളാണ് നിരാഹാരം ഇരിക്കുക. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പോകുന്നുമുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ആശാവർക്കർമാരുടെ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. തികച്ചും ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ് ആശാവർക്കർമാർ അവിടെ തുടരുന്നത്. അക്രമസമരങ്ങളൊന്നും അവർ നടത്തുന്നില്ല. അവർ ജീവിക്കാനുള്ള പോരാട്ടം നടത്തുന്നു. ഇന്നലെ 2 വട്ടം ചർച്ച നടന്നു. ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ച ആദ്യം നടന്നു. പിന്നീട് നിയമസഭാ മന്ദിരത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി കൂടിക്കാഴ്ച നടന്നു. പക്ഷേ ചർച്ചയിലൊന്നും യാതൊരു ഫലവും കണ്ടില്ല. അതുകൊണ്ട് അവർ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു. മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോകുന്നുമുണ്ട്. അങ്ങനെയല്ലേ ടിൻഡു ദാസ്? ഗുഡ് മോർണിംഗ് വിനോദ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 3ാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്നത് ആശാവർക്കർമാർ ഈ അവസാനമായിട്ട് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം വന്ന ദിവസമാണ്. അന്നാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആശാവർക്കർമാരുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ അന്ന് തന്നെ ഇത്തരത്തിൽ 3ാം ഘട്ട സമരത്തിലേക്ക് പോകുന്നു എന്ന് അറിയിച്ചു. അതിനുശേഷമാണ് സർക്കാർ ഇത്തരത്തിൽ പ്രതിരോധത്തിലാവുന്നതും സർക്കാർ ഈ സമരത്തിലേക്ക് ശക്തമായിട്ടുള്ള സമര നടപടികളിലേക്കൊക്കെ പോകാൻ തീരുമാനിക്കുന്നത്. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ 3 പേര് വീതം നിരാഹാര സമരം ഇരിക്കുമെന്നാണ് അന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഈ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് പോയി JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഓണറേറിയം സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെ പറ്റിയിട്ടും കുടിശ്ശിക ഇല്ലാത്തതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. അത് വ്യക്തമായി തന്നെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഇന്ന് നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഈ സമരം ചർച്ചയ്ക്ക് മുന്നേ തന്നെ നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഇനിയും ഇത്തരത്തിൽ അനുകൂലമായിട്ടൊരു നിലപാടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ 2 തവണയും ഈ സമരം തുടങ്ങി 2 ദിവസം കഴിയുമ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നല്ലോ. അതേ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. അത് NHM ആണേലും മന്ത്രിയുടെ ഇതിലാണ് ആരോഗ്യമന്ത്രി ആണേലും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചിരിക്കുക. അവർ ആവർത്തിച്ചത് സമരം നിർത്തി പോകാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറൊരു സംഗതിയും അവർ തീരുമാനമായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടില്ല. ഒരു സംഗതിയും ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാൽ വീട്ടിലേക്ക് ചെന്നാൽ വീടിന് വാടക കൊടുക്കാനില്ല, കടകളിൽ പൈസ അടയ്ക്കാനുള്ള അത് കൊടുക്കാനില്ല. അപ്പോൾ ഇവിടുന്ന് പോയാൽ ഭക്ഷണം കൂടെ ഇല്ലാതാവുന്നുള്ള അവസ്ഥയാണ് ആശമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സമരം വിജയിച്ചല്ലാതെ ഞങ്ങളുടെ ഡിമാൻഡുകൾ നേടിയെടുത്തല്ലാതെ തിരിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എന്തെങ്കിലും സർക്കാരിന് ഈ സമരം അയവ് വരുത്താനുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായിരുന്നു ചർച്ചയിൽ? എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സമരം നിർത്തി നിങ്ങൾ പോവുക എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഡിമാൻഡുകളിലായിട്ടുള്ള ഒരു ചർച്ചയും അവിടെ നടന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, നമ്മുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും പൈസ ഞങ്ങൾക്ക് തരാനില്ല, ഇത്ര രൂപയും സർക്കാരിന് അനുവദിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പോലും ഒരു സംഗതി പറഞ്ഞില്ല. അവസാനം റോസമ്മ ചേച്ചി നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റുമെന്ന് വരെ ചോദിച്ചു. അപ്പോൾ പോലും വളരെ പുച്ഛത്തോടു കൂടിയാണ് സംസാരിച്ചത്. അപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്, അല്ലാതെ നിങ്ങളുടെ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലല്ല. അതെ. അവർക്ക് ഇവിടുന്ന് സമരം ഒഴിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആളുകളുടെ പ്രശ്നം, ചാശന്മാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമായത് ഇതിനകത്ത് ഈ ചർച്ചയിലൂടെ. ഈ ഒരു ചർച്ച വിളിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ സർക്കാരിനോട് തന്നെ പറയുന്നത്
അപ്പം പരിഹരിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷ മാത്രമാണുള്ളത്. കാരണം ഈ സമരപ്പന്തലിൽ നിന്ന് നേരത്തെ ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരപ്പന്തലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ വാടക കൊടുക്കണം, കുട്ടികളുടെ ഫീസ്, അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പോലും പിന്നീട് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്ക് ഈ സമരം ഇവിടെ നിന്ന് അവസാനിച്ച് പോകാൻ സാധിക്കില്ല. കാരണം അതല്ല അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഈ 39 ദിവസങ്ങളൊക്കെ പിന്നീട് പോയതാണ്ട് 38ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഈ സമരം ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോകാനായിട്ടാണ് ആവശ്യപ്പെടുകയല്ലാതെ സമരത്തിന് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെതായ ഭാഗത്തു നിന്നും ചെയ്യാൻ സാധിക്കുമോ അതൊന്നും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞില്ല. ആ ചേച്ചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് സമരം ഒഴിവാക്കി പോകണം എന്നാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ തീനാളം അണയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സമരം പിന്നിട്ട് 38ാം ദിവസമാകുമ്പോഴും ആശാവർക്കർമാർക്ക് ആശ നൽകാനായിട്ട് അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കൊക്കെ പോയിട്ടപ്പോൾ ആരോഗ്യമന്ത്രി 38ാമത്തെ ദിവസമാണ് ആരോഗ്യമന്ത്രി കണ്ണു തുറക്കുന്നത്. ഇത്രയും ദിവസം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലാണ് ഇത്രയും നാൾ ഇവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആശാവർക്കർമാർ കഴിഞ്ഞത് എന്ന് വേണം പറയാൻ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുപക്ഷെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ നടത്തുന്ന ഏറ്റവും വലിയൊരു സമരം അത് ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലുണ്ടാകില്ല എന്ന് പറയുന്നത് ഏറ്റവും വേദനയുള്ള കാര്യമാണ്. കാരണം അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അത്രയും ജെനുവിനാണെന്ന് നമുക്ക് പറയാം. മൂന്ന് നേതാക്കൾ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. ആ നേതാക്കൾ ഇപ്പോൾ രാവിലെ അവിടെ ഉണ്ടോ? അവരെ നമുക്ക് ഈ പ്രേക്ഷകർക്കായി ഒന്ന് അവരെ പരിചയപ്പെടുത്താൻ പറ്റുമോ? ആ 3 നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് ആ വിവരം ഇപ്പോൾ ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ ടിൻഡു? തീർച്ചയായിട്ടും നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. ഇന്ന് പ്രധാനപ്പെട്ട 3 പേരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ 3 പേര് മാറിയിരിക്കും. ഇന്ന് 3 പേരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. ആരൊക്കെയാണ് അവർ 3 പേര്? തങ്കമണി, നമ്മുടെ ജനറൽ സെക്രട്ടറി ബിന്ദു, ഷീജ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളും പ്രധാനപ്പെട്ട ആളുകളാണോ അതേ ഓരോ 3 പേരായിട്ട് നിരാഹാര സമരം ഇരിക്കുന്നത്? അങ്ങനെയല്ല, പ്രധാനപ്പെട്ട ആൾ കഴിഞ്ഞിട്ടല്ലേ മറ്റൊരാൾ എടുക്കും. വരുന്ന ദിവസങ്ങളിൽ 3 പേര് വെച്ച്. അതെ. ഓക്കെ, ഈ നിരാഹാര സമരം എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലെ സമാനമായിട്ടുള്ള ദയാബായി ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാര സമരം എടുത്തിട്ടും നീതി ലഭിക്കാത്തൊരു ഇടമാണ്. അപ്പോൾ അതിലെന്താണ് പ്രതീക്ഷ വെക്കുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞങ്ങൾക്കൊരേ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം സാധിക്കാതെ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ആ ലക്ഷ്യം സാധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകും. കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഒന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല. ഞങ്ങൾ വർത്തമാനകാലത്തിൽ മാത്രമാണ്. ഒന്ന്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളുടെ വേതനം. ഇത് കൃത്യസമയത്ത് ഈ 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. ഇതൊക്കെ വളരെ ന്യായമായ ഒന്നാണ്. പിന്നെ നമ്മൾ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ സമരഘട്ടത്തിൽ തന്നെയാണ്. ഞങ്ങൾക്കിത് ലഭിക്കാതെ ഞങ്ങളൊരു അടി പിറകോട്ട് പോവില്ല. ഇപ്പോൾ ഇത്രയും നാളും ഈ 23,000 ആശമാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോ ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പിന്തുണയും പ്രതീക്ഷയും ഉള്ളതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ നിലനിൽക്കുന്നത്. ആശമാർക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരാൻ പറ്റത്തില്ല. കാര്യം പാലിയേറ്റീവ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഫീൽഡിലുണ്ട്. പണത്തേക്കാൾ ഉപരി, ക്യാഷിനേക്കാൾ ഉപരി അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആശമാർക്ക് പൂർണ്ണ സമയവും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ്, വാർഡിലെ സ്ഥിതിഗതികൾ അങ്ങനെയാണ്. അപ്പം അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നടങ്കം വരാത്തത്. സത്യം പറയുകയാണെങ്കിൽ ഏതാനും പ്രതിനിധികൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഫീൽഡിൽ നിന്ന് വരാൻ പറ്റില്ല. ഇനിയിപ്പം മഴക്കാല പൂർവ്വകാല ശുചീകരണം, ഇനി കണ്ടോ ഡെങ്കിപ്പനിയൊക്കെ ഏത് തരത്തിൽ വരുമെന്ന് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആശമാർ നാടിൻ്റെ നട്ടലിലാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരത് ഉൾക്കൊണ്ടിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ ഈ മഴക്കാല പൂർവ്വകാല ശുചിത്വം എങ്ങനെ നേരിടും? ഇനി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി സമൂഹം നേരിടാനുള്ളത്? അപ്പം എത്രയും പെട്ടെന്ന് രമ്യതയിൽ പോയി കഴിഞ്ഞാൽ
ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വാശി പിടിപ്പിക്കുന്നത്? ഞങ്ങളോടാണോ ഈ അങ്ങേയറ്റത്തെ 232 രൂപ വാങ്ങുന്ന തൊഴിലാളികളോടാണോ ഈ ഭരണാധികാരികൾക്ക് വാശി? ഈ വാശി എന്തിനാ? ഞങ്ങൾക്കൊരിക്കലും ഒരു വാശിയില്ല. ഇന്നലെ ചെന്നപ്പോഴും ഞങ്ങൾ അങ്ങേയറ്റം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമെന്ന് പോലും ചോദിക്കേണ്ട ഗതി ഞങ്ങൾക്ക്, അതായത് ദുർഗതി ഞങ്ങൾക്ക് ഒരു ഭരണാധികാരിയുടെ മുൻപിലുണ്ടായി. അപ്പം ഞങ്ങളേതായാലും ഇത് വാങ്ങാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇത് വാങ്ങിച്ചിട്ടേ പോകും. അവരേത് കുതന്ത്രം വേണമെങ്കിലും മെനഞ്ഞോട്ടെ. തീർച്ചയായിട്ടും വിനോദ, ഒരു ചർച്ച എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തിൻ്റെ വാദങ്ങൾ കേട്ടുകൊണ്ട് രണ്ട് ഭാഗത്തിൻ്റെ ആവശ്യങ്ങളും തുല്യതയിലും രമ്യതയിലും കൊണ്ടുപോകുന്നതാണ് ചർച്ച എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ആവശ്യം, ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എത്ര രൂപ നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്ന് വരെ, അതായത് നീതി നിഷേധിക്കപ്പെട്ടവരാണ് അങ്ങോട്ട് പിന്നെയും കൈനീട്ടി യാചിക്കുന്നത്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഈ സമരം നിർത്തിപ്പോണം, ഇത് നിങ്ങൾ ലേലം വിളിക്കാൻ വന്നതാണ് എന്ന് പുച്ഛത്തോടു കൂടിയാണ് ഈ ആശാവർക്കർമാരോട് അവർ സർക്കാരിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ചോദിച്ചത് എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവർ അവർ അങ്ങേയറ്റം കയത്തിൽ മുങ്ങുമ്പോഴും ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി അവരെ കയ്യിൽ പിടിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുച്ഛിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ, ഈ 21,000 രൂപ ഓണറേറിയം എന്ന ആവശ്യം നിറവേറ്റാതെ ഇവിടെ നിന്നും പോകില്ല, അവർക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും അവർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. വിനോദം, അതെ, ഇനി തുടർ ദിവസങ്ങളിലും നമ്മൾ വാർത്തയിലൂടെ അവർക്ക് ശക്തമായ പിന്തുണ നൽകണം. കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവർ സഹന സമരത്തിലേക്ക്, അവർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. അത് അവരുടെ സമരം വിജയിക്കും വരെ ഒരടി പിന്നോട്ടില്ല എന്നാണ് ആശാവർക്കർ ശക്തമായ ഭാഷയിൽ രാവിലെ പറഞ്ഞിട്ടുള്ളത്. വാർത്ത നൽകിയായിരുന്നു ടിൻറ്റു.